പോറ്റിയുമായുള്ള ബന്ധത്തിൽ അടൂർ പ്രകാശ് കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. പോറ്റിയുമായുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നു. പോറ്റിയുടെ സുഹൃത്തുക്കളായ രമേശ് റാവുവും അനന്ത സുബ്രഹ്മണ്യവും ഈ ഫോട്ടോയിലുണ്ട്. അതേസമയം വിശദീകരണവുമായി UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ വാർത്താ സമ്മേളനം നടത്തി രംഗത്ത് വന്നു. സന്നിധാനത്തെ അന്നദാന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പോറ്റി തന്നെ വന്ന് കണ്ടത്. പോറ്റിയുടെ പിതാവ് മരണപ്പെട്ടപ്പോൾ വീട്ടിൽ പോയിരുന്നു. പോറ്റിയുടെ സഹോദരി താമസിക്കുന്ന വെഞ്ഞാറമൂട്ടിലെ വീട്ടിലും പോയിട്ടുണ്ട്. ഇതൊക്കെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആളെന്ന നിലയിലാണെന്നും അടൂർ പ്രകാശിന്റെ വിശദീകരണവും വന്നു. അപ്പോൾ അടൂർ പ്രകാശ് കൂടുതൽ കുരുക്കിലേക്ക് പോകുമ്പോൾ അത് കോൺഗ്രസിലേക്ക് കൂടി വരികയാണോ എന്നടക്കം പുതിയ ചിത്രങ്ങൾ പുറത്തേക്ക് വരുമ്പോഴുണ്ടാകുന്ന ചർച്ചകൾ, രാഷ്ട്രീയമായിട്ടുള്ള ഭരണപക്ഷത്തിന്റെ അടക്കം LDFന്റെ അടക്കം ആരോപണങ്ങളൊക്കെ ഇനി ഏത് നിലയ്ക്കായിരിക്കും മുന്നോട്ട് പോയെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. മാർഷൽ വി സെബാസ്റ്റ്യനും അഭിലാഷ് മോഹനും തത്സമയം ചേരുന്നുണ്ട് വിലയിരുത്തലുമായി. അഭിലാഷ്, നേരത്തെ ഒരു ചിത്രം അടൂർ പ്രകാശിൻ്റെതായി പുറത്തേക്ക് വന്നു. സ്വാഭാവികമായിട്ടും ഒരു ചിത്രങ്ങൾ ആരെങ്കിലും ഒത്ത് അല്ലെങ്കിൽ ജനപ്രതിനിധികളുമായിട്ട് രാഷ്ട്രീയക്കാരും ഒക്കെ ഒത്ത് വരിക എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊന്നും സംശയത്തിനിടയില്ല. പക്ഷേ തുടർച്ചയായി കൂടുതൽ കാര്യങ്ങൾ വരുന്നു. നിരന്തരം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടൂർ പ്രകാശ് പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ചില സാക്ഷിമൊഴികൾ പോലും, കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന് സമീപത്തടക്കം ആളുകളൊക്കെ പറയുമ്പോൾ കാര്യത്തിൽ അടൂർ പ്രകാശ് പലതും അല്ലെങ്കിൽ മറച്ചു വയ്ക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടോ? കൂടുതലൊരു പ്രതിരോധത്തിലേക്ക് അടൂർ പ്രകാശിൻ്റെ വാക്കുകളും ഈ ചില ന്യായീകരണങ്ങളും പോകുന്നുണ്ട്. ഇന്നത്തെ പുറത്തേക്ക് വന്ന ചിത്രത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടാവില്ല? ഇതിൽ പ്രതീക്ഷ കാണേണ്ടത്, മുമ്പ് ചിത്രം പുറത്തു വന്നപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് കാരേറ്റുകാരനായ ഇയാൾ യാദൃശ്ചികമായി എന്നെ കണ്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ വീടിൻ്റെ താക്കോൽ ദാന ചടങ്ങിന് പോയതാണ് എന്നാണ്. യാദൃശ്ചികമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ടതെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ സന്ദർശനം അത് ഒരു തരത്തിൽ നിഷേധിക്കാൻ കഴിയില്ല, കാരണം സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രമുണ്ടല്ലോ. അന്ന് പറഞ്ഞത് ഞാൻ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂട്ടിക്കൊണ്ടുപോയതല്ല, മറിച്ച് അവർ ഡൽഹിയിൽ വന്ന് സോണിയാഗാന്ധിയെ കാണാൻ ആ സന്ദർഭത്തിൽ ഇപ്പോൾ തീരുമാനിച്ചപ്പോൾ അല്ലെങ്കിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയ സന്ദർഭത്തിൽ അവരെന്നെ കൂട്ടി പോയതാണ്, ഞാൻ അവരെ കൂട്ടി പോയതല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇയാളുമായിട്ടുള്ളത് ഒരു യാദൃശ്ചികമായ ഏതോ ഒരു വിദൂരമായ ബന്ധം എന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പക്ഷേ ഇന്ന് പുറത്ത് വന്ന ചിത്രങ്ങളിൽ നിന്നും പിന്നെ ഇവിടെ സൂചിപ്പിച്ച സാക്ഷിമൊഴികളിൽ നിന്നും വ്യക്തമാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിരന്തരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശ് തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുണ്ടോയെന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ വസ്തുത എന്താണ്? പുളിമാത്തെ വീട്ടിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലവട്ടം അടൂർ പ്രകാശ് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട് വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് സഹോദരിയുടെ മകളുടെ കല്യാണം നടന്നപ്പോൾ കല്യാണ തലേന്ന് അടൂർ പ്രകാശ് പോയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും നേരത്തെ പറഞ്ഞ രമേശ് റാവുവും അടക്കം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിൽ അടൂർ പ്രകാശിന് എന്തൊക്കെയോ സമ്മാനം കൊടുക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഈന്തപ്പഴമായിരുന്നു എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഇത് യാദൃശ്ചികമല്ല, നിരന്തരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിലും സഹോദരിയുടെ വീട്ടിൽ കല്യാണത്തിനും പിന്നെ ബാംഗ്ലൂരിലും ഒക്കെ ബന്ധപ്പെടുന്ന നിരന്തര സമ്പർക്കം ഉണ്ടായിരുന്ന ഒരാളാണ്. അതിൽ വേണമെങ്കിൽ അടൂർ പ്രകാശ് പറയുന്ന ഒരു കാര്യം, ഇയാൾ കുഴപ്പക്കാരനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പരമാവധി ഇപ്പോഴത്തെ നിലയിൽ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇവര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ പഠിച്ച കള്ളനാണ്. അപ്പോൾ കൃത്യമായിട്ടും ഒരു തിരക്കഥയുമായിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. അപ്പോൾ ഇവരൊക്കെ അതിൽ വന്ന് പെടുന്നു. അപ്പോൾ ഇവരുടെ ഒരു MP ആണ്, അധികാരശേഷി പ്രയോഗിക്കാം, മുൻ മന്ത്രിയാണ്, ദേവസ്വം ബോർഡിന്റെ ആ സമയത്ത് മന്ത്രിയായ കടകംപള്ളി. അപ്പോൾ ഇവരെയൊക്കെയുള്ള അധികാര ശ്രേണിയിലേക്ക് അവരെ ഒരുപക്ഷെ ദുരുപയോഗം ചെയ്തിരിക്കുക. അപ്പോൾ ഒരു തവണ ഇവർക്കൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരുടെയൊക്കെ തന്നെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്, ഒരു MP അല്ലെങ്കിൽ മന്ത്രിയായാലും ഒക്കെ. അപ്പോൾ അങ്ങനെ നിന്നുകൊടുത്തു എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിന് വരികയില്ല. ഈ അവതാരങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അധികാര കേന്ദ്രങ്ങളെ തേടിയെത്തും, അന്വേഷിച്ചെത്തും, കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അടൂർ പ്രകാശ് വളരെ ഡെലിബറേറ്റായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം മറച്ചു വെച്ചിട്ടുണ്ട്. അത് വസ്തുതയാണ്, മറച്ചു വെച്ചിട്ടുണ്ട്. യാദൃശ്ചികമായി എന്നെ ജീവകാരുണ്യത്തിന് ക്ഷണിച്ചതാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പം നമ്മൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താ? അങ്ങനെയല്ല, നിരന്തരമായി ഇവർ തമ്മിൽ സമ്പർക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. അതിനെന്താണ് മുമ്പ് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അടൂർ പ്രകാശ് വിശദീകരിക്കേണ്ടത്. ഇത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി UDF പക്ഷത്തിന് ഉണ്ടാക്കുന്നതാണ്. കാരണം UDFന്റെ കൺവീനറാണ്. പോറ്റിയെ കയറ്റിയ എന്നുള്ള പാട്ട് നിയമസഭയിലടക്കം പാടുന്നത് നമ്മൾ കണ്ടു. അതേപോലെ ഭരണപക്ഷം തിരിച്ചടിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതാ ഞങ്ങളുണ്ട് നിങ്ങളും ഉണ്ടെന്നുള്ള മട്ടിൽ പരസ്പരം പോരിലേക്ക് പോകാനുള്ള ഒരു കളമൊരുക്കുന്നതാണ്. ഈ ചിത്രങ്ങൾ നിഷേധിക്കാനോ അതില്ല എന്ന് പറയാനോ അടൂർ പ്രകാശിന് കഴിയുന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അടൂർ പ്രകാശുമായി ഒത്തുള്ള ചിത്രങ്ങൾ വന്നതോടുകൂടി നിശ്ചയമായിട്ടും UDF ഒരടി പുറകോട്ട് പോകുന്നുണ്ട്, പ്രതിരോധത്തിലാവുന്നുണ്ട്, സംശയമില്ല. നമ്മൾ ഓരോ സ്കാം എടുത്താലും അവിടെ ചിത്രങ്ങൾ ഒരുപാട് ശബ്ദിക്കുന്നതാണ്. ചിത്രങ്ങളുടെ ആഴം വളരെ വലുതാണ്. അത് കേസുകളിലൊക്കെ അതിൻ്റെ അല്ലെങ്കിൽ കേസുകൾ എത്രത്തോളം അത് ഗുണം ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്ങനെ വാദിക്കാൻ കഴിയുമെന്നുള്ള മറ്റൊരു കാര്യം. പക്ഷേ ഇതൊക്കെ ഒരു തെളിവായി വരുമ്പോൾ മാർഷൽ, എനിക്ക് തോന്നുന്നത്
ഇവരെയൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ കടകംപള്ളി പറയുന്ന വിശദീകരണം എന്താണ്? ഞാൻ അവിടേക്ക് പോകുമ്പോൾ എനിക്കൊരു കോള് വരികയാണ്, അപ്പോൾ ഞാൻ അവിടേക്ക് പോകുന്നത് എന്താണ്, എന്നോടൊപ്പം പരിവാരങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയും. അതുപോലെയാണ് അടൂർ പ്രകാശൻ പറയുന്നത്. എന്താണ്, എന്നെ വിളിച്ചു, ഞാൻ അവിടെ പോകുന്നു. മരണവുമായി ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ ഇങ്ങനെ ആരെങ്കിലും, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു വ്യക്തി കുറച്ച് നാളത്തെ പരിചയം വെച്ച് അവരുടെ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ മകൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ പെങ്ങളുടെ ഉണ്ണികൃഷ്ണൻപുരിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുക. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറുന്നത് എന്തുകൊണ്ടെന്ന് സ്വാഭാവികമായും ജനം ചോദിക്കും. കാരണം ഈ ജനപ്രതിനിധിയാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് വീടുകളിലൊക്കെ വിളിച്ചാൽ പോകേണ്ടി വരും. അതൊന്നുമില്ല. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് മാത്രം ഈ രണ്ടുപേരും പ്രധാനപ്പെട്ട ആളാണ്. ഒന്ന് ദേവസ്വം മന്ത്രി കുറച്ചുകൂടി ഉത്തരവാദിത്തം കൂടുന്നുണ്ട്. അടൂർ പ്രകാശ് MP ആണ്. അപ്പോൾ അടൂർ പ്രകാശിൻ്റെ അഭിലാഷ് പറഞ്ഞ പോലെ ഇന്നത്തെ ഈ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ന്യായീകരണങ്ങൾ പോലും പൊള്ളയാണെന്ന് സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയുമോ മാഷ? അല്ല, ഇതിൽ എൻ്റെ നിലപാട് അന്നും ഇന്നും ആവർത്തിക്കുകയാണ്. അതായത് മുമ്പും ഞാനിത് പറഞ്ഞതാണ്, നമ്മൾ ഇതുപോലത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞു. അതായത് ഈ ഒരു ഫോട്ടോയുടെ പേര് വെച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണ പോറ്റിയുമായി ഇവർക്ക് ബന്ധമുണ്ട്, അടൂർ പ്രകാശ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എന്ന് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനൊപ്പം ഇയാളുടെ ഫോട്ടോയുണ്ട് എന്ന് എഴുതി. ഈ മുഖ്യമന്ത്രിക്കൊപ്പം മൂപ്പര് നിൽക്കുന്നതായിട്ടുള്ളൊരു ഫോട്ടോ വന്ന് ഓർക്കുന്നുണ്ടല്ലോ. അന്നത്തെ വീഡിയോ കണ്ടാൽ അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ ഡെലിബറേറ്റായിട്ട് അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാണാം. അത് സ്വാഭാവികമായും എല്ലാ ഫ്രോഡുകളും എല്ലാ കാലത്തും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അങ്ങനെയാണ്. പിന്നെ അടൂർ പ്രകാശ് ആദ്യമേ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടത്തിൽ മൈക്ക് വെക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് വളരെയധികം മോശമായി ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെല്ലാം തന്നെ ഞാനത് കണ്ടിട്ട് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശരിയായിരിക്കാം, പ്രായമുള്ള മനുഷ്യനാണ്, മറവിയായിരിക്കാം. പിന്നെ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരാം. ഇപ്പോൾ കടകംപള്ളിക്കും അങ്ങനെ ഓർമ്മ പറയും. ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നു. എൻ്റെ വാദം ഇതൊന്നുമേ അല്ല. SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചിട്ട് കടകംപള്ളി, അടൂർ പ്രകാശ് ഇവർക്കൊക്കെ ബന്ധമുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ ചോദ്യം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന ഘടകം. അതുവരെ നമ്മൾ ഇവരെ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ കാരണം മറ്റൊന്നാണ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഷ്ട്രീയ പോരാട്ടവും, കൈപ്പള്ളി ഒറ്റ മിനിറ്റ്, ഈ രാഷ്ട്രീയ രീതിയിൽ ഇതിനെ മുതലെടുക്കുന്നതിനോടും പൂർണ്ണമായി വിയോജിക്കുകയാണ്. അതിൻ്റെ കാരണം ഇന്നലെ നമ്മുടെ 16-ാം സമ്മേളനമായിരുന്നു, 15-ാം നിയമസഭയുടേത്. ആ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നത്. ചർച്ച ചെയ്യേണ്ട, ഞങ്ങൾക്ക് ഇതിനകത്ത് സമരം നടത്തിയാൽ മതി, ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട, ദേവസ്വം മന്ത്രി രാജിവെച്ചാൽ മതി എന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ പറയുന്നത് ഈ വിഷയം നിയമസഭയിൽ ഉൾപ്പെടെയുള്ള ചർച്ച ചെയ്യാണ് ചെയ്യേണ്ടത്. ആരെയാണ്, രാഷ്ട്രീയ ബന്ധമല്ല. ഇതെങ്ങനെ സംഭവിച്ചു, നാളെ ഇതെങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ നഗരത്തിൽ കാണുന്ന ഒരൊറ്റ കാഴ്ച പറയാം. അതായത് ആംബുലൻസ് പാഞ്ഞു പോകുന്നു, ഒരു അപകടം പിടിച്ചതിന് ഒരു സൈറനിട്ട് പോകും. അതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരെ കണ്ടുണ്ടോ? ബൈക്കായാലും കാറായാലും ഇതിന്റെ പുറകെ പോകും, ആംബുലൻസിന്റെ കൂടെ പോകും എന്ന് പറഞ്ഞ പോലെ ശബരിമലയിൽ ഒരു സ്വർണ്ണക്കൊള്ള നടന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നാലെ കയറി തദ്ദേശം പിടിക്കാൻ പറ്റി. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞു. അപ്പോൾ ആംബുലൻസ് ആശുപത്രിയിലോട്ട് കയറിപ്പോയി. പിന്നെ ഇവർക്ക് പോകാൻ പറ്റില്ല. ഇവിടെ അന്വേഷണം വളരെ കൃത്യമായി വന്ന് അപ്പുറത്തും ഇപ്പുറത്തും പിടി വീണ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യേണ്ട. ഞാൻ ഒരു കാര്യം മാറ്റി നോക്കിയിട്ട്, കാരണം അവിടെ ഇരവാദം ഉയർത്തി കടകംപള്ളി നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്താണ് സഭയിൽ ഇന്നലെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തണമെന്ന് പറയുന്ന ശിവൻകുട്ടി. അവർക്കിനി എങ്ങനെ പറയാൻ കഴിയും? അവിടെ ഇരവാദം ഉന്നയിച്ച് അവിടെ കടകംപള്ളി നിൽക്കുകയാണ്. അവിടെ പ്രധാനപ്പെട്ട നേതാവാണ്, MLA ആണ്. ഒരു ത്രാസിന്റെ രണ്ട് വശത്തും രണ്ടാളുകൾ നിൽക്കുകയാണ്. അത് രണ്ട് കോൺടെസ്റ്റ് ആണ്. അത് രണ്ടാണ്. ഫോട്ടോ നമ്മൾ അതിനകത്ത് അതിൽ ഫോട്ടോ ശിവൻകുട്ടിയും MP രാജേഷും പറഞ്ഞതും ഈ രണ്ട് കക്ഷികളും ചിന്തിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അല്ല, ശിവൻകുട്ടിയും MP രാജേഷും പറഞ്ഞതും കടകംപള്ളി പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഓർക്കണം. ഒന്നും നിയമസഭയ്ക്കകത്തും ഒന്ന് പുറത്തുമാണ് പറയുന്നത്. സഭയ്ക്കകത്ത് ഇത്തരമൊരു രാഷ്ട്രീയ ആരോപണം വരുമ്പോൾ അതിനെ പ്രത്യാക്രമണം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ തിരിച്ചു പോകുമ്പോൾ കടകംപള്ളി സ്വാഭാവികമായൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. അങ്ങനെയാണ് സോണിയാഗാന്ധിയും വേണ്ടേ? സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിയിട്ടില്ലേ? അടൂർ പ്രകാശിൻ്റെ അടുത്ത് എത്തിയിട്ടില്ലേ? ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ അവതാരങ്ങൾ ഓരോരുത്തരായിട്ട് വരുമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെ ആദ്യഘട്ട പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്, അവതാരങ്ങൾ വരും, നിങ്ങൾ കരുതിയിരിക്കണമെന്ന്. കരുതിയിരുന്നില്ല. അടൂർ പ്രകാശിനെ കടന്നാക്രമിക്കാൻ CPM-ന് ഈ നിലയിൽ CPM-ന് ധാർമ്മികമായി കഴിയുമോ എന്നുള്ളതാണ്. അല്ല, അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പറയാണല്ലോ, SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ഒരു ഫോട്ടോ വന്നു. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരു ഫോട്ടോ വന്നു എന്ന് കടകംപള്ളിയോ സോണിയാഗാന്ധിയോ ഈ അടൂർ പ്രകാശിനെയോ നമ്മൾ ക്രൂശിക്കാൻ വേണ്ടി പോകരുത്. കേസ് വരട്ടെ, ആ കേസിനകത്ത് അന്വേഷണം വരട്ടെ. അന്വേഷണത്തിനകത്ത് ഇവർ പോയതിനകത്ത് ഇവർക്ക് തൃപ്തികരമായ മറുപടി കൊടുക്കാൻ ജനപ്രതിനിധിയല്ലേ? അല്ല കൈപ്പള്ളി, ഒരു ജനപ്രതിനിധിയല്ലേ? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒന്നുകിൽ പോറ്റി വന്നതാകാം, അല്ലെങ്കിൽ പോറ്റി വിളിച്ചപ്പോൾ പുള്ളി പോയതാകാം. ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ പൊക്കുമല്ലോ. ആ പൊക്കുന്ന സമയത്താണല്ലോ ബാക്കി കാര്യങ്ങൾ അറിയേണ്ടത്. തന്ത്രി ഇത്രയും കാലം ഫോട്ടോകളൊന്നും നമ്മൾ വരുന്നുണ്ട്. തന്ത്രിയുടെ കാര്യത്തിൽ നമ്മൾ ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. തന്ത്രിയെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്തിരുന്നോ? തന്ത്രിയെ വളരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തില്ലേ?
തന്ത്രി അറസ്റ്റ് ചെയ്യുന്നിടം വരെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമായിരുന്നോ? അതുപോലെ വരട്ടെ, ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിയാണെങ്കിൽ അങ്ങനെ, അതല്ല മുൻ MP, ഇപ്പോഴത്തെ MP ആണെങ്കിൽ MP, അത് അന്വേഷണം വരുന്ന സമയത്ത് വരട്ടെ. അല്ലാതെ ഫോട്ടോയുടെ പേരിൽ മാത്രമായിട്ട് അത് UDF ചെയ്താലും ശരിയല്ല, LDF ചെയ്താലും ശരിയല്ല. അവിടെ അഭിലാഷ്, SITക്ക് മുൻപിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇന്നത്തെ അടൂർ പ്രകാശിന്റെ ചില സംശയങ്ങൾ കൊടുത്തുകൊണ്ടുള്ള മറുപടി. കാരണം ആദ്യം പറഞ്ഞു ഇവർ രണ്ടുപേരും, അത് കടകംപള്ളി എടുത്താലും അടൂർ പ്രകാശ് എടുത്താലും, ആദ്യത്തെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷമല്ല പിന്നീട് വന്ന ഈ ഫോട്ടോ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അതിനുശേഷം വീണ്ടും അവർ മലക്കം മറിഞ്ഞുകൊണ്ട് ന്യായീകരണം നടത്തുകയാണ്. അതേ കടകംപള്ളിയുടെ അതേ അവസ്ഥയാണ് ഇന്ന് അടൂർ പ്രകാശിനും വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും SITക്ക് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ മൊഴി എടുക്കേണ്ട ഒരു അനിവാര്യതയിലേക്ക് വരുന്നുണ്ടോ? അല്ല, മൊഴി എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴി എടുക്കണമല്ലോ. ഇവിടെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനായാലും അടൂർ പ്രകാശനായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ, എന്ന് ആരോപിക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ തത്തുല്യമായ എന്തെങ്കിലും ഇടപാടോ വേണം. അത് ഈ ഫോട്ടോ കൊണ്ട് തെളിയിക്കാവുന്നതല്ല, അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുവരെ ഞാനത് മാർഷൽ പറഞ്ഞോട് യോജിക്കുകയാണ്. നമ്മൾ ഇവരെ കുറ്റക്കാരാണെന്ന് കാണുന്നതിൽ കാര്യമില്ല. പക്ഷേ ഇവിടെ സംഗതി രാഷ്ട്രീയമാണല്ലോ. കടകംപള്ളി സുരേന്ദ്രനെതിരെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപണം ഉന്നയിച്ചു. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പാട്ട് പാടിക്കൊണ്ട് നടക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അടൂർ പ്രകാശിന്റെ അടുത്ത ബന്ധം വരുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് ആണല്ലോ. ആ നെറേറ്റീവിനെ പൊളിക്കാൻ നിങ്ങളുടെ അടൂർ പ്രകാശനും അടുത്ത ബന്ധമില്ലേ ഇയാളുമായി എന്ന് പറയാൻ കഴിയും. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം യാദൃശ്ചികമാണ്, ആരോ ഒരാൾ എന്ന മട്ടിലാണ് അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നത്. ആരോ ഒരാളായിരുന്നില്ല, അടുത്ത ബന്ധമുള്ള ആളായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. അതിനർത്ഥം അടൂർ പ്രകാശിന് ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ളതല്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കാര്യം പറഞ്ഞതാ, നിങ്ങളുടെ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അവിടെ പോയില്ലേ ഇവിടെ പോയില്ലേ എന്ന് കോൺഗ്രസിന് പറയാൻ പറ്റാത്ത വിധത്തിൽ അതായത് ഇടതുപക്ഷത്തെ ആക്രമിക്കാവുന്ന ആ വടിയെ ന്യൂട്രലൈസ് ചെയ്യാൻ ഈ വിവാദങ്ങൾ കഴിഞ്ഞു. ഇതെല്ലാം പൊളിറ്റിക്കൽ നെറേറ്റീവ്സ് ആണല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയാണല്ലോ. അവിടെ എന്താ പറയുക, രണ്ടു കൂട്ടർക്കും ഏതാണ്ട് ഓരോ ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിയാനുള്ള ഒരു സാഹചര്യം അടൂർ പ്രകാശ് ഒരു ഭാഗത്തു നിന്നും കടകംപള്ളി സുരേന്ദ്രൻ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? ഇനി 3 മാസമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഇനി 3 മാസം ഇല്ല. അപ്പോൾ അതിലേക്ക് അപ്പം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. അടൂർ പ്രകാശ് ഇപ്പോഴും പറയുന്ന ആ വാർത്താ സമ്മേളനത്തിൽ മാർക്ക് ശ്രദ്ധിച്ചാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയ ശേഷം, ഡൽഹിയിൽ എത്തിയ ശേഷം അല്ലെങ്കിൽ തന്നെ വിളിക്കുകയാണ്, എനിക്ക് അപ്പോയിന്റ്മെന്റ് എനിക്ക് ലഭ്യമായിട്ടുണ്ട്, ഞാൻ താങ്കൾ കൂടി വരണമെന്ന്. അപ്പോൾ മറ്റൊരാളോ ഒരാളോ അവിടെ ഉണ്ട്. അതായത് ഈ അടൂർ പ്രകാശൻ പറയുന്ന കാര്യം വിശ്വാസത്തിലെടുത്താൽ മറ്റാരോ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവിടെ 10 ജൻപതിലേക്ക് കടന്നു കയറാൻ രീതിയിൽ ആരോ ഒരു ചരടുവലി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്നതല്ല ഒരു അന്വേഷണമായി പോയി കഴിഞ്ഞാൽ എന്നാണ് മാർഷൽ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് എന്തായിരിക്കും? പാരടി മാറ്റി എഴുതേണ്ടി വരും. അല്ല, അതിപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് സത്യമായിരിക്കും. പുള്ളിക്ക് അറിയില്ല, പുള്ളിയെ വിളിച്ചപ്പോൾ പോയി എന്നുള്ളത്. അപ്പോൾ ആരാണ് വിളിച്ചത്? ഇനി അടുത്ത ചോദ്യം വരുന്ന ആന്റോ ആന്റണിയിലേക്കാണ് അല്ലേ? ഒപ്പം ഉള്ളത് ആന്റോ ആന്റണിയാണ്. ആന്റോ ആന്റണിയുമല്ല, അടൂർ പ്രകാശുമല്ല, സോണിയാഗാന്ധി നേരിട്ട് വിളിച്ചു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇനി അതിനുള്ള മറുപടി ഇനിയും പറയേണ്ടത് പോറ്റിയാണ്. തൽക്കാലം പോറ്റി അകത്തായതുകൊണ്ട് പോറ്റിയുടെ കാര്യത്തിൽ നമുക്ക് കിട്ടില്ല. ഇതിനുള്ള മറുപടി അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അത് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഡൈല്യൂട്ട് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു വാക്കാണ്. അതായത് നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളത്. നമുക്ക് ഡൈല്യൂട്ട് ആവും, അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡൈല്യൂട്ട് ആകാൻ പാടില്ല. അതായത് ഒരു ഫോട്ടോ കണ്ടു, അപ്പുറത്ത് മറ്റേ ഫോട്ടോ കണ്ടു, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോംപ്രമൈസ്, എന്നാൽ പിന്നെ എൻ്റെ ഫോട്ടോയുണ്ട് എൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകാൻ ഈ കേസിൽ. ഇപ്പോൾ കടകംപള്ളി പറയുന്നത് നന്നായി അടൂർ പ്രകാശ് നീ വന്നു, അല്ലെങ്കിൽ ഞാൻ ഈ കേസിൽ ഒറ്റപ്പെട്ടു പോകാനെന്ന് പറഞ്ഞ പോലെ അപ്പുറത്ത് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതൊന്നുമേ അല്ല സത്യം. എൻ്റെ അഭിപ്രായം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇതൊന്നുമല്ല സത്യം. സത്യം എന്താണ്? നമുക്കറിയാം, ഒരു ദേവസ്വം ബോർഡിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇപ്പോൾ 2 വർഷമാണ്. അവരങ്ങ് മാറും. ഉദ്യോഗസ്ഥ അജിനാന്ത് അവിടെ ഉള്ളവരാണ്, അവർ റിട്ടയർ ചെയ്തവർ അവരോടുണ്ട്. തന്ത്രിക്കല്ലേ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്, അവിടെയുണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു നെക്സസ് ഈ ഒരു കൊള്ള നടത്തി കഴിയുമ്പോൾ ആ കൊള്ള സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്ത് ഇവിടെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് ഇതിന്ന് നേരത്തെ പറഞ്ഞ ആംബുലൻസിന്റെ പുറകെ പോവാ. ഈ ചിത്രയുദ്ധം കുറച്ചുകൂടി നീണ്ടു പോകില്ലേ? ഇലക്ഷൻ അല്ലേ, സ്വാഭാവികമായിട്ട്. കാരണം ശബരിമലയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഉപയോഗിച്ചത്. അതേ ആയുധം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ച് പ്രധാനമാണല്ലോ. അതുകൊണ്ട് മാക്സിമം സോണിയാഗാന്ധിക്കെതിരെയല്ലേ ഇതിൽ ആരോപണം ഉന്നയിച്ചത്, V ശിവൻകുട്ടി അടക്കം. ഇന്നലെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നിയമസഭയിൽ മുമ്പില്ലാത്ത വിധത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രക്ഷോഭ സമാനമായ രംഗങ്ങൾ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇതിനെ പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തെ ന്യൂട്രലൈസ് ചെയ്യുക. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയിലേക്ക് വരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന വേദിയിൽ സോണിയാഗാന്ധിയെ കുറിച്ച് ആരോപണം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഈ തരത്തിൽ രാഷ്ട്രീയ പോരായി കത്തിച്ചു നിർത്തുക എന്നുള്ളതാണ്. കൈപ്പള്ളി, ഇന്നലെ നമ്മൾ സമയക്കുറവ് പറയാതെ പോയൊരു കാര്യമുണ്ട്. അതായത് ഇന്നലെ പറഞ്ഞു വന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു വിഷയം
നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കാത്തെന്നുള്ളൊരു ധ്വനി വന്നിരുന്നു. ഇന്നലെ മാധു അത് സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു അന്വേഷണത്തിന്റെ പേരിൽ രാഷ്ട്രീയ യുദ്ധമാണോ നടത്തേണ്ടത്? രാഷ്ട്രീയ യുദ്ധത്തിലില്ലോ, കോടതി പറയട്ടെ, വിധി വരെ. അത് അങ്ങനെ കോടതിയെ മാനിക്കുന്നവരാണെങ്കിൽ പിന്നെ ഈ വിഷയം പറഞ്ഞുകൊണ്ട് നിയമസഭയ്ക്കകത്തോട്ട് കയറരുത്. അതല്ലേ അതിന്റെ ശരി? തീർച്ചയായും.